ഒരിക്കൽ കൂടി തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ ആ ഒറ്റപ്പെട്ട അമ്മയുടെ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മാനസിക വിഭ്രാന്തിയുള്ള മകനാണ് വീടിന് തീ കൊളുത്തിയത്. വീട് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. ഇപ്പോൾ ജിബിൻ JB സംഭവ സ്ഥലത്തുണ്ട്. ജിബിൻ, അവിടെ പോലീസ് എത്തിയിട്ടുണ്ടല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഹിമ, പോലീസ് ഈ വീട് തീ അണച്ചതിന് ശേഷം പോലീസ് ഈ അമ്മയെ സമീപത്തുള്ള ഒരാളുടെ വീട്ടിലേക്ക് ആക്കിയതിനു ശേഷമാണ് പോലീസ് മടങ്ങിയത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നമുള്ളത് കൊണ്ട് അമ്മ വീട്ടിൽ താമസിക്കാൻ കൂട്ടാകാതെ വീണ്ടും ഈ കത്തി നശിച്ച വീടിൻ്റെ മുന്നിലെത്തി ഇവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വാർത്തയെ തുടർന്ന് ഇപ്പോൾ വീണ്ടും കഴക്കൂട്ടം പോലീസ് സംഘം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാർ, ഇതിപ്പോൾ നേരത്തെ അമ്മയെ കൊണ്ട് ആക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ അപ്പോൾ ഈ അമ്മ രാത്രി ഇവിടെ തന്നെ ആക്കിയേക്കാണ്. സംസാരിക്കാനല്ലെന്ന് പോട്ടെന്ന്. അതായത് ഹിമ, ഈ പോലീസ് ഇപ്പോൾ നമ്മളിവിടെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഈ രാത്രിയിൽ ഈ അമ്മ ഇപ്പോഴും മനനനഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അമ്മയെ കൃത്യമായി ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിലാക്കിയാൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ ഈ അമ്മയെ നമുക്ക് ഈ ഏതെങ്കിലും ബന്ധുവീടുകളിലേക്കോ അയൽവാസികളുടെ വീട്ടിലേക്കോ ആക്കിയിട്ട് മടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ രാത്രിയോട് കൂടി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മ വീട്ടിൽ ഇറങ്ങി വന്നതുപോലെ തന്നെ വീണ്ടും ഈ അമ്മ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ അമ്മയെ ഇവിടെ നിന്ന് ജനപ്രതിനിധികളോ ഈ പോലീസോ ഏതെങ്കിലും സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ മാറ്റിയാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയ പോലീസ് സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെയാണ് നിൽക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം അവസാനിപ്പിച്ച് മടങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ അമ്മയെ എവിടെയെങ്കിലും ആക്കിയതിനു ശേഷം. പക്ഷേ അതല്ല ഇവിടെ ആവശ്യമെന്ന് പറയുന്നത്. ഈ അമ്മയെ എത്തരപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്താക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജിബിൻ, പോലീസ് വീണ്ടും ഈ അമ്മയെ അടുത്തുള്ള വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധു വീടുകളിലേക്കോ മാറ്റാൻ തന്നെയാണോ ശ്രമിക്കുന്നത്? അങ്ങനെ മാറ്റിയാൽ ഒരിക്കലും അവർ നിൽക്കില്ല, തിരിച്ച് വീണ്ടും ഈ വീടിന് മുൻപിൽ തന്നെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇവിടെ ഇപ്പോൾ പോലീസ് നാട്ടുകാർ തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് കാണുന്നത്. അതായത് ഹിമ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പോലീസ് നാട്ടുകാർ തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ അമ്മ ഇവിടെ ഒരു വീട്ടിലാക്കിയിട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ രാത്രി വീണ്ടും ഈ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കുക. അപ്പോൾ അതിന് ആരും ഉത്തരവാദിത്തം പറയും, അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പോലീസിനോട് ഈ അമ്മ ഇവിടെ നിന്ന് മാറ്റാനാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അത് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തയ്യാറല്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാവാതെയാണ് പോലീസ് ഇപ്പോഴും ഈ സ്ഥലത്ത് തുടർന്ന്. അതാണ് ചെറിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന് ഒരു ഉത്തരവാദിത്തം കാണാതെ നാട്ടുകാരും ഇവിടെ നിന്ന് പിന്മാറില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. ജിബിൻ, ഷെൽട്ടർ ഹോമിലേക്കോ മറ്റോ മാറ്റേണ്ടതിന് എന്താണ് പോലീസുകാർ പറയുന്ന തടസ്സം? ഇവർ പറയുന്നത് ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു വീട്ടിൽ കഴിച്ച ശേഷം നാളെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് പോലീസ് നാട്ടുകാർക്ക് നൽകിയത്. പക്ഷേ ആ ഒരു കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മാനസികമായി പ്രശ്നമുള്ള ഒരു അമ്മയാണ്. രാത്രി ഇവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ, ഒരു ബന്ധുവിൻ്റെയോ അതുപോലെ തന്നെ അയൽവാസിയുടെ വീട്ടിലാക്കിയിട്ട് മടങ്ങിക്കഴിഞ്ഞാൽ ഈ അമ്മ വീണ്ടും ഈ രാത്രിയോട് കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? കാരണം പ്രായമായ ഒരു അമ്മയാണ്, മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഒരു വീട്ടിലാക്കിയിട്ട് പോയി അവർ രാത്രിയോട് കൂടി തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ വെച്ച് അകപ്പെട്ട് കഴിഞ്ഞാൽ ആരിതിന് ഉത്തരവാദിത്തം പറയുമെന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പോലീസ് നാട്ടുകാരും തമ്മിൽ എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ വാക്കേറ്റം നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണ് നാട്ടുകാർ പറയുന്നത്? അമ്മയെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം തന്നെയാണ് അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായി ഇത് മാറാൻ കഴിയില്ലല്ലോ. ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ പുറത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ ഏതെങ്കിലും ഷട്ടിലേക്ക് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. കാരണം വീട്ടുകാർ ഇപ്പം പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് ഈ നിലയിൽ അവരെ ഏറ്റെടുക്കാൻ കഴിയില്ല. ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരിങ്ങനെ ഇറങ്ങി പോണതുണ്ട്. അവരെ ബന്ധുവാണ്, പക്ഷെ അവർ ഇറങ്ങി പോവുകയാണ്. അവർ കൃത്യമായിട്ട് നിൽക്കാൻ പറയുന്ന സമയത്ത് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വേറെ ഏതെങ്കിലും സംവിധാനത്തിൽ മാറണം. അവർക്ക് അവരുടെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് അവരും കൂടെ ഏറ്റെടുക്കേണ്ടി വരും. അതാണ് അവരെയും പേടി അലട്ടുന്നത്. അവർക്ക് രാത്രി മുഴുക്ക, അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ്, രാത്രി മുഴുക്ക ഉറക്കമൊഴിച്ച് കാത്തിരിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. ഹിമ, അത് തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാത്രിയിൽ ഈ അമ്മയെ പോലീസ് പറയുന്നത് രാത്രി ഇന്നൊരു ദിവസം രാത്രിത്തേക്ക് ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ വീട്ടിലെ അമ്മയെ നിർത്താനാണ്. പക്ഷേ നാട്ടുകാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് കാരണം ഒരു തവണ ഇതേപോലെ കൊണ്ട് നിർത്തി പോലീസ് ഈ അമ്മയെ വീട്ടിലാക്കി മടങ്ങിയതിന് ശേഷം അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരികയായിരുന്നു, തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്, മകനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ വീട് പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയാണ്. വീട് തീയിട്ട ശേഷം മകനും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ വീട്ടിലാരുമില്ല. അപ്പോൾ രാത്രിയോടുകൂടി തന്നെ വീണ്ടും ഈ അമ്മ ഇപ്പോൾ പോലീസാക്കി പോയതിനു ശേഷം വീണ്ടും ഈ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രാത്രി പോലും ഈ അമ്മയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവരെ കൃത്യമായ ഒരു സ്ഥലത്ത്, കൃത്യമായ ഒരു ഷെൽട്ടറിൽ പോലീസോ അല്ലെങ്കിൽ ജനപ്രതികളോ ചേർന്ന് എത്തിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോഴും നാട്ടുകാരുള്ളത്. ജിബിൻ, എന്താണ് അമ്മ പറയുന്നത്? വരില്ല എന്നാണോ പറയുന്നത്? അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്നില്ല.
നമുക്ക് ഈ അമ്മയുടെ ഒരു പ്രതികരണം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അമ്മ പറയുന്നതിൽ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലായില്ല. കാരണം അമ്മയും ചെറിയ രീതിയിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നേരത്തെ നമ്മൾ അമ്മയോട് സംസാരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, അതുവരെ ഇവിടെ കാത്തിരിക്കാം എന്നുള്ള തരത്തിലാണ്, അതായത് മകൻ എത്തുന്നവരെ കാത്തിരിക്കാം എന്നുള്ള തരത്തിലാണ് മാതാവ് പ്രതികരിക്കുന്നത്. അമ്മയ്ക്ക് കൃത്യമായ ഒരു മറുപടി തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലും കൂടിയാണ്. അപ്പോൾ നാട്ടുകാരോടും പോലീസിനോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. നാട്ടുകാർ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് ഇന്ന് രാത്രി അവരുടെ വീട്ടിൽ അവർക്ക്, അതായത് ഈ അമ്മയെ അവർക്ക് വീട്ടിൽ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അടുത്ത് താമസിക്കുന്ന ഒരു അകന്ന ബന്ധുണ്ട്, അവരും തയ്യാറാണ്. പക്ഷേ നേരത്തെ ഈ അമ്മയെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പോയതിനു ശേഷം അമ്മ വീട്ടിൽ നിന്ന് ഇവരൊക്കെ ഉറങ്ങാൻ കിടന്ന സമയത്താണ് അമ്മ പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമൊന്നും തന്നെ അവർക്ക് അതിനൊരു കൃത്യമായ മറുപടിയില്ല. അതുകൊണ്ടാണ് ഈ രാത്രി വീണ്ടും അവർക്ക് ഈ വീട്ടിൽ അമ്മയെ നിർത്തുന്നതിന് തയ്യാറാകാത്തത്. എന്തായാലും ഇതിനൊരു ഇടപെടൽ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും തമ്മിൽ നടക്കുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യമായി വേണ്ടത്. ജിബിൻ, ഈ മകൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, എന്തായാലും പോലീസുകാർ ആ സംഭവം അറിഞ്ഞിരിക്കും. ഒരുപക്ഷെ മകനെ കാത്തായിരിക്കും അമ്മ വീടിന് മുൻപിൽ തന്നെ അതേപടി നിൽക്കുന്നത്. ഈ മകൻ എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ടോ? മകൻ എവിടെയാണെന്ന്, അതായത് 8:30 കൂടിയാണ് ഈ മകൻ മാനസികമായി വെല്ലുവിളി നേരിടുന്ന മകൻ വീടിന് തീ കൊളുത്തിയതിനു ശേഷം മകൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ ആ സമയത്ത് തന്നെ നാട്ടുകാർ ഇവിടെ നിന്ന് മകൻ ഓടി രക്ഷപ്പെടുന്നത് കണ്ടതാണ്. തുടർന്ന് നാട്ടുകാരും വിവരം അറിഞ്ഞെത്തിയ പോലീസും ഒക്കെ തന്നെ ഈ മകനെ തിരയുന്നതിന് വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും മകനെ കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ, ഈ രാത്രി, അതായത് ഈ അമ്മ ഇപ്പോൾ വീടിന് തീ കൊളുത്തിയതിനു ശേഷം മകൻ വീടിന് തീ കൊളുത്തിയതിനു ശേഷം അമ്മ പൂർണ്ണമായി ഈ മകനെയും കാത്ത് മറ്റൊരിടത്ത് പോകാൻ തയ്യാറാതെ നേരത്തെ ഒരു വീട്ടിൽ കൊണ്ടാക്കിയതാണ്. അവിടെ നിന്ന് അമ്മ വന്ന് അവരെ എല്ലാവരും സഹായിക്കാനും നിർത്താനും തയ്യാറാണ്. പക്ഷെ മാനസികമായിട്ട് അവരും അമ്മയും അതിന് തയ്യാറല്ല. മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുള്ള അമ്മയും മനുമാണ്. അതായത് നാട്ടുകാർ പറയുന്നു അതാണ്, നേരത്തെ നിങ്ങൾ കൊണ്ടാക്കിയിട്ട് പോയതാണ്, അമ്മ വീട്ടിൽ നിൽക്കാൻ തയ്യാറാവാതെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് മകനെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ചെയ്യാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ ഹോം. പോലീസ്, ഞാനിപ്പോൾ SHO വിളിച്ചിരുന്നു. SHO പറഞ്ഞു ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന SI ഇവിടെ ഉണ്ട്, അത് വേണ്ടത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് രാത്രി തന്നെ അമ്മയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കണ്ടേ? അത് എത്തിക്കണം. ആലോചിക്കട്ടെ. ഹിമ, എന്തായാലും ഇപ്പോൾ ജനപ്രതിനിധി കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണെന്ന് രാത്രിയോട്, അതായത് ഇപ്പോൾ SHO ഉണ്ട്, ഇപ്പോൾ പോലീസിനോട് കൂടി സംസാരിച്ചതിന് ശേഷം പോലീസിനോട് നാട്ടുകാരോട് കൂടി സംസാരിച്ചതിന് ശേഷം അമ്മയെ കൃത്യമായി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇന്ന് രാത്രി തന്നെ എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ജനപ്രതിനിധി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും അത് തന്നെ നമുക്ക് ഇനി പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും അമ്മയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അത് മാറ്റുന്നത് വരെ എന്താണ് പോലീസിന്റെ തീരുമാനം, അത് ഏതാണ് ആ സ്ഥലം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളതുണ്ട്. പ്രദേശവാസികളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്കോ ഒക്കെ മാറ്റിയാൽ ആ അമ്മ അവിടെ നിൽക്കുന്നില്ല. അമ്മയ്ക്കും ചെറിയ രീതിയിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ അമ്മ തിരിച്ച് വീണ്ടും ആ കത്തിക്കരിഞ്ഞ വീടിന് മുൻപിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്തായാലും സുരക്ഷിത സ്ഥലത്തേക്ക് അമ്മയെ മാറ്റും എന്നുള്ളൊരു ഉറപ്പാണ് ജനപ്രതിനിധികളും പോലീസും നൽകുന്നത്. ജിബിൻ JB ആണ് സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.